ഹലോ 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 ഹലോ. ഇന്ന് രാത്രിയിൽ നാം തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം രക്ഷതായി ഗോസ്പൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവവിളിയാക്കുന്ന ദൈവസ്നേഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ ഈ ദിവസത്തിന്റെ സന്ധ്യായാമത്തിനായിട്ട് ഞങ്ങൾ ദൈവകാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷതായുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ദിവസം ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. താവേ, ഞങ്ങളുടെ ഉച്ചഭാഷണിയെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപ പകർന്നാട്ട് യേശു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. നമുക്ക് ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കാലങ്ങൾ ആലപിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. മനോഹരമായ ഈ നല്ല സായം സന്ധ്യയിൽ ഈ പ്രിയ ഭവനാങ്കണത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരവസരം ദാനമായി തന്നല്ലോ. നേതാക്കന്മാരുടെ നേതാവാണ്, രാജാതിരാജാവായ കർത്താവ് നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കുവാൻ മതിയായ ദൈവമാണ്. അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കർത്താവ് ആഗതനായത്. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ. വളരെ പഴയ ഒരു ഗാനമാണ്, രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരണമേ എന്നുള്ള ഗാനം ഇപ്പോൾ കേൾക്കാം. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കടലിലും കാലോത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാലോത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ.
നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശുനായകൻ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശുനായകൻ പാപിയാണോ മകനേ, നീ പാപിയാണോ മകളേ, നീ പാപിയാണോ മകനേ, നീ പാപിയാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, പാപമോചകൻ, നിന്റെ ജീവിതമറിയുന്നവൻ. യേശുനായകൻ നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശുനായകൻ നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശുനായകൻ യേശുനായകൻ യേശുനായകൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ തന്റെ മുൻപാകെ ലജ്ജിതന്റെ പ്രേമക്കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവം വാഴ്ചകാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലു അന്നിൽ വഴി പോ എന്നെ കരുതും, ഉള്ളം കരത്തി എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. വഹിച്ചതിനാൽ മുള്ളിക്കുരുക്കതിൽ വീണതില്ല,
മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാടിതു പോരാ, ആയുസും ഇതു പോരാ. നാവിതു പോരാ, നാടിതു പോരാ, ആയുസും ഇതു പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. പ്രാർത്ഥിക്കാം. മഹാവൈദ്യനും പ്രശസ്തമായ ദൈവമേ, ധാരാളമായി നൽകിയിരിക്കുന്ന ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ പിതാവായ ദൈവമേ, ഞങ്ങൾ കാര്യപ്പാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി കർത്താവായ ദൈവമേ, അങ്ങയുടെ നിർമ്മല സുവിശേഷത്തെ കർത്താവെ ഞങ്ങൾ ചാലക്കുടിയിലും കർത്താവായ ദൈവങ്ങളുടെ പരിസര പ്രദേശങ്ങളെല്ലാം അറിയിക്കുന്നു. പിതാവായ ദൈവമേ, വിലയേറിയ അങ്ങയുടെ ദാസന്മാർ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സഭയോട് ചേർന്ന് കർത്താവായ ദൈവമേ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് നമ്മുടെ തലവണ വണക്കം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ പൊന്നോമനപുത്രമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തില് അടുത്ത പാദം ഇവിടെ ഇന്ന് സന്ധ്യാസമയം ചേർന്ന് വരുവാൻ ദൈവം കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനായി വാത്സല്യ ഭവനത്തെ ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഭവനത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതോമിന്റെ ഭവനത്തിൽ ചില നാമപ്പെട്ട വരുന്നപ്പോൾ ഏതോമിനെയും അവന്റെ കുടുംബത്തെയും തങ്ങളുടെയും സമൃദ്ധി അനുഗ്രഹിച്ച പോലെ ഈ വാത്സല്യ ഭവനത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്ന ജീവിതങ്ങളെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പുഴക്കരയിലായി ഹൃദയത്തെ തുറന്നവനായ കർത്താവ് ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സന്തോഷത്തോടെ മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ഇപ്രകാരം ഈ ഭവനാങ്കണത്തിൽ തേജസ്സേറിയ സുവിശേഷ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇപ്രകാരം ഒരു കൂടിവരവ് സർവകൃപാലുവായ മഹാദൈവം നമുക്ക് ഒരുക്കി തന്നതോർത്ത് നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.
ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, ക്രിസ്തുവിൽ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ ലാലു പാസ്റ്റർ, മനോഹരമായ പാട്ടുകൾ പാടുവാൻ നമ്മെ സഹായിച്ച കർത്താവിന്റെ ദാസൻ ജെയിംസ് പാസ്റ്റർ, എൽഷഡായ് ഗോസ്പൽ മിനിസ്ട്രീസിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് പ്രിയ ജോസേട്ടൻ, അതുപോലെ എലിയാസ് പാസ്റ്റർ, സുഗു പാസ്റ്റർ, ടീമിന്റെ ലീഡറായിരിക്കുന്ന സണ്ണി പാസ്റ്റർ, കൂടെ വർക്ക് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ, ഈ വാത്സല്യ ഭവനത്തിലായിരിക്കുന്ന പ്രിയ ജോഷി ബ്രദർ, പ്രിയ ആൻഡി, സ്ഥലം സഭയിലായിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന ഈശ്വര വിശ്വാസികളായ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഈ രാത്രി വന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ യോഗത്തിന്റെ ഈ മൂന്നാമത്തെ രാത്രിയിലും നാം വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യന്റെ സന്ദേശമല്ല. ഒരു ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം ലഭിച്ചവരാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും. വളരെ വിശദമായി വിശകലനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, മനുഷ്യനിൽ എങ്ങനെയാണ് പാപം പ്രവേശിച്ചത്, ആ പാപത്തിന്റെ പരിഹാരം വരുത്തിയത് ആരാണ്, എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബൈബിളിൽ ഏറ്റവും അധികം പുസ്തകം എഴുതിയ അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ആ 14 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതായത് റോമിലെ കാരാഗ്രഹ വാസക്കാലത്ത് എഴുതിയ ലേഖനങ്ങളാണ് 4 ഒന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, 2 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, 3 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, 4 ഫിലമോൻ എഴുതിയ ലേഖനം. അങ്ങനെ 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിനകത്ത് കിടന്നെഴുതി 4 ചുണക്കുട്ടന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് 4 സ്ഥലങ്ങളിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഈ ലേഖനം നമ്മുടെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി തീർന്നത്.